ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചി കാരണം ആ ഒരു ബിസിനസ് ഡീല് ശ്രുതിക്ക് കിട്ടിയതോടുകൂടി തന്നെ ശ്രുതിയുടെ അഹങ്കാരം അങ്ങ് കൂടി വരും. ശ്രുതിയോട് പറയുന്നുണ്ട്, എടി ശ്രുതി, നീ ഇനി വളർന്നു വരുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ ഭാര്യയാണ്. ഇനി മുതൽ നീ നിൻ്റെ ബ്യൂട്ടി പാർലറിലേക്ക് ജോലിക്ക് പോവേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ശ്രുതി അതിന് സമ്മതിക്കില്ല. എനിക്കിഷ്ടമുള്ള പണി ഞാൻ ചെയ്യുമെന്നാണ് ശ്രുതി പറയുന്നത്. അതിപ്പനി ആരെതിർത്താലും ഞാൻ പോകുമെന്ന് തന്നെ ശ്രുതി ഉറപ്പിച്ചു പറഞ്ഞു. അന്നേരം ശ്രുതി പറയുന്നുണ്ട്, ശരി, നീ ഇപ്പോൾ ടെൻഷനാവൊന്നും വേണ്ട. നീ എന്തായാലും ഇപ്പോൾ പണിക്ക് പോയിക്കോ, ഞാനതിന് എതിരൊന്നുമല്ല. പക്ഷേ തൽക്കാലത്തേക്ക് ഇന്നൊരു ദിവസം മാത്രം നീ ലീവ് എടുത്തിട്ട് എൻ്റെ ഷോപ്പിലേക്ക് വന്നിരിക്കാമോ എന്ന് ചോദിക്കും. ശ്രുതിക്കത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ, എനിക്ക് ജോലിക്ക് പോകാനുണ്ട് ശ്രുതി, എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോയേ പറ്റൂ എന്ന് അവൾ തറപ്പിച്ചു പറഞ്ഞു. ശരി, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യ്, നിന്നോട് തർക്കിക്കാനൊന്നും ഞാനില്ല എന്നും പറഞ്ഞു കൊടുത്തിട്ട് ശ്രുതി അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോവാണ്. ശ്രുതി പോയി കഴിഞ്ഞപ്പോൾ ശ്രുതി വേഗം തന്നെ ഫോൺ എടുത്ത് മീരയെ വിളിച്ച് പറയുന്നുണ്ട്, എടി സച്ചിയുടെ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, നമുക്കിത് എത്രയും പെട്ടെന്ന് തന്നെ ആൻ്റണിയുടെ അടുത്ത് ഏൽപ്പിക്കണം, നീ വേഗം വാ എന്നൊക്കെ പറഞ്ഞ് അവൾ ഫോൺ കിട്ടുന്ന കട്ട് ചെയ്തു. പിന്നീട് കാണിക്കുന്നത് സച്ചിയും മഹേഷും കൂടി തലേ ദിവസം പാർട്ടി നടന്ന ആ ഒരു ഹാളിലേക്ക് ചെല്ലിയാണ് ഫോൺ അന്വേഷിച്ചിട്ട്. അവിടെ റിസപ്ഷനിൽ ചെന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട്, ഇന്നലെ ഇവിടെ ഒരു പാർട്ടി നടന്നിരുന്നില്ലേ, അവിടെ വെച്ചിട്ട് എൻ്റെ ഫോൺ മിസ്സായി എന്ന് പറയും. അന്നേരം റിസപ്ഷനിസ്റ്റ് പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ക്ലീനിങ് സ്റ്റാഫ് അവിടെ ഏൽപ്പിക്കാറുണ്ട്, പക്ഷേ ഇവിടെ ഒന്നും ആരും ഒന്നും ഏൽപ്പിച്ചിട്ടില്ല, ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയും. അന്നേരം സച്ചി ചോദിക്കുന്നുണ്ട്, സർ ഞങ്ങളൊന്ന് അവിടെ പോയി നോക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ പാർട്ടി ഹാള് ഒന്ന് തിരയാൻ സമ്മതിക്കാമോ എന്ന് ചോദിക്കും. അവർ സമ്മതിച്ചതോടുകൂടി തന്നെ സച്ചിയും മഹേഷും കൂടി ആ ഒരു ഹാള് മൊത്തം അങ്ങ് അരിച്ചു പെറുക്കി. കുടിച്ച സ്ഥലത്തും എല്ലായിടത്തും നോക്കുന്നുണ്ടെങ്കിലും അവിടെ ഒന്നും തന്നെ അവർക്ക് ആ ഫോണ് കണ്ടെത്താനായില്ല. തിരിച്ചു വരുമ്പോൾ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട്, ഫോണ് കിട്ടിയോ എന്ന്. ഇല്ല എന്ന് സച്ചി വിഷമത്തോടെ പറയണേ. അന്നേരം അവർ പറയുന്നുണ്ട്, ആരെങ്കിലും എടുത്തു കൊണ്ടുപോയിട്ടുണ്ടാവുമെന്ന്, ഞങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങൾ ഉടനെ തന്നെ വിളിക്കും, നമ്പർ തരാൻ പറയും. സച്ചി അപ്പം തന്നെ മഹേഷിൻ്റെ നമ്പറാണ് കൊടുക്കുന്നത്. അവിടെ നിന്നും ഇറങ്ങുമ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട്, സച്ചി നിൻ്റെ ഫോണ് അവിടെ എവിടെയൊന്നും ഇല്ലല്ലോ. അന്നേരം സച്ചി തൻ്റെ ആദ്യം പറയുന്നുണ്ട്, എടാ എനിക്കത് തന്നെയാണ് ടെൻഷൻ, അതിൽ ശരത്തിൻ്റെ ആ ഒരു വീഡിയോ ഉള്ള കാര്യം ആലോചിക്കുമ്പോഴാണ് എൻ്റെ പേടി. അതെങ്ങാനും പുറത്തു പോയി കഴിഞ്ഞാൽ, ആ വീഡിയോ എങ്ങാനും പുറത്ത് ലീക്കായി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമായിരിക്കും. രേവതിയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് എന്നും മഹേഷിനും അറിയാം. നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്താലോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ, എനിക്ക് പേടിയാണടാ. എടാ പോലീസ് എങ്ങാനും ഫോൺ കണ്ടുപിടിച്ച് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ആ വീഡിയോ അവരുടെ ശ്രദ്ധയിലെങ്ങാനും പെട്ടാലോ എന്ന് സച്ചി ചോദിച്ചു. ഏയ് അതൊന്നും അവർ നോക്കാൻ പോകുന്നില്ല, നീ വാ നമുക്ക് പരാതി കൊടുക്കാമെന്ന് പറഞ്ഞ് മഹേഷ് സച്ചിയെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയും മീരയും ആൻ്റണിയെ ഓഫീസിന് മുന്നിലേക്ക് എത്തിയിരുന്നു. ആൻ്റണിയെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലിയാണ് രണ്ടുപേരും. സച്ചിക്ക് സംശയമുണ്ടോ എന്ന് മീര ചോദിക്കുമ്പോൾ, ഏയ് അവൻ ആ ഹോട്ടൽ തിരഞ്ഞു നടക്കുകയാണ്, അവന് നമ്മളെ സംശയമൊന്നും കാണില്ല എന്ന് ശ്രുതി ഉറപ്പിച്ചു പറഞ്ഞു. എങ്ങാനും സംശയം തോന്നിക്കഴിഞ്ഞാൽ അവൻ നമ്മളെ കാറടിച്ച് കൊല്ലുമെന്ന് മീര പേടിക്കുമ്പോൾ, നീ പേടിക്കാതിരിക്കും മീരെ, വാ നമുക്ക് ആൻ്റണിയെ കാണാമെന്നൊക്കെ പറഞ്ഞ് ശ്രുതി നേരെ മീരയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. അവരുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ തന്നെ ആൻ്റണിക്ക് കാര്യം മനസ്സിലായി. സച്ചിയുടെ ഫോൺ കിട്ടിയില്ലേ എന്ന് ആൻ്റണി ചോദിക്കുകയാണ്. അതെ, ഫോണും വീഡിയോസും ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയാണ് ശ്രുതി. എങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ വൈകിപ്പിക്കുന്നത്, അതിങ്ങനെ അയച്ചു തന്നൂടെ, ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ലൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് ആൻ്റണി ചോദിക്കുകയാണ്. അന്നേരം ശ്രുതി ഒന്ന് തുറപ്പിച്ച് നോക്കുകയാണ്. എളുപ്പമാക്കിയെന്ന് ആൻ്റണി ഇങ്ങനെ ധൃതി പിടിക്കുന്ന സമയത്തിൻ്റെ ശ്രുതി അത് അയച്ചു കൊടുക്കുന്നില്ല. ശ്രുതി പറയുന്നുണ്ട്, അതെ ഞാൻ അയച്ചു തരാം, പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം എന്തായി ആൻ്റണി, ഞാൻ ആർക്കും ഫ്രീ ആയിട്ട് സേവനം ചെയ്യുന്നവളൊന്നുമല്ല, എൻ്റെ കാര്യം നടന്നാൽ മാത്രമേ ഞാൻ ഈ വീഡിയോ നിനക്ക് തിരിച്ചു തരുള്ളൂ എന്ന് പറയും. നവീൻദാസിൻ്റെ കാര്യമല്ലേ, അത് ഞാൻ ഏറ്റു എന്ന് ആൻ്റണി പറയുന്നുണ്ടെങ്കിലും ശ്രുതിക്ക് അത് അത്ര അങ്ങ് വിശ്വാസം വരുന്നില്ല. കഴിഞ്ഞ തവണ സച്ചി വഴി നവീൻ ജയിലിലേക്ക് പോയപ്പോൾ ആൻ്റണി അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുത്ത കാര്യം ശ്രുതി അവനെ ഓർമ്മിപ്പിച്ചു. ശരി, നവീൻദാസിൻ്റെ കാര്യത്തിൽ ഇപ്പം തന്നെ തീരുമാനിക്കാമെന്നൊക്കെ പറഞ്ഞ് ആൻ്റണി അവൻ്റെ അഡ്രസ്സ് വാങ്ങിക്കുന്നു. എന്നിട്ട് തൻ്റെ ഗുണ്ടകളെ വിളിച്ചുകൊണ്ട് തന്നെ അവനെ ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് പൊക്കിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഗുണ്ടകൾ പോയി കഴിഞ്ഞപ്പോൾ ആൻ്റണി ആ വീഡിയോ വീണ്ടും ശ്രുതിയോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ ആദ്യം ഇങ്ങോട്ടേക്ക് വരട്ടെ എന്നിട്ട് തരാമെന്ന് മീരയും ശ്രുതിയും പറഞ്ഞ് വാശി പിടിക്കാണ്. ആൻ്റണിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. പിന്നീട് കാണിക്കുന്നത് സച്ചിയും മഹേഷും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നു. സച്ചി തൻ്റെ ഉള്ളിലെ പേടിങ്ങനെ മഹേഷിനോട് പങ്കുവെക്കാണ്. എടാ ആ വീഡിയോ കാരണം ശരത്തിൻ്റെ ഭാവി നഷ്ടമാവും, ആ വീഡിയോ ലീക്കായി കഴിഞ്ഞാൽ ആകെ പ്രശ്നമായിരിക്കും, അവനിപ്പോൾ നന്നാവാൻ തുടങ്ങിയിരിക്കുകയാണ്, അവൻ്റെ അമ്മ അവനെ കള്ളനായി കാണും, രേവതിയെയും അത് വല്ലാതെ ബാധിക്കുമെന്ന് മഹേഷും ശരിവെച്ചു. എന്നാൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് താൻ അത് തടഞ്ഞതെന്ന് മഹേഷ് കുറ്റബോധത്തോടു കൂടി ഓർക്കാണ്. സാരമില്ലടാ, നീ നല്ലതിനല്ലേ പറഞ്ഞത് എന്ന് സച്ചി അവനെ ആശ്വസിപ്പിച്ചു. സ്റ്റേഷനിൽ വെച്ച് ഫോൺ നഷ്ടപ്പെട്ട കാര്യം ചെന്നിട്ട് സച്ചി പറയുമ്പോൾ, എത്ര ലക്ഷത്തിൻ്റെ ഫോണാണെന്ന് പോലീസുകാർ കളിയാക്കി ചോദിക്കാണ്.
അപ്പോൾ 10,000 രൂപയുടെ ഫോണാണ് എന്ന് പറയുന്ന സമയത്തിന് ഓ വെറും 10,000 രൂപയുടെ ഫോണിനാണോ ഇത്ര ബഹളം വെക്കുന്നത് എന്ന് അവൻ ചോദിക്കുമ്പോൾ സർ ഞാനൊരു ഡ്രൈവറാണ്, എൻ്റെ ജീവിതം ആ ഫോണിലാണെന്ന് സച്ചി പറയും. അവിടെ പരാതി കൊടുക്കാൻ വന്ന വേറൊരാളെ ചൂണ്ടിക്കാണിച്ച് പോലീസ് ചോദിക്കുന്നുണ്ട്, ദേ അയാളുടെ ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞതാണ് വന്നിരിക്കുന്നത്. സർ ആ മനുഷ്യന് അയാളുടെ ഭാര്യ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ ഫോൺ എന്ന് സച്ചി മറുപടി നൽകി. പോലീസ് ഒരു പേപ്പർ കൊടുത്തിട്ട് വിവരങ്ങളൊക്കെ എഴുതി വെച്ച് പോവാൻ പറഞ്ഞു. ഇപ്പം തന്നെ കണ്ടുപിടിച്ച് തരില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അവരങ്ങ് ഇരുന്ന് ചിരിക്കാണ്. എത്രയോ കേസുകൾ നടക്കുന്നുണ്ട്, സമയം കിട്ടുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞ് അവരവിടെ നിന്നും മടക്കി അയക്കാണ്. സച്ചിക്ക് ആകെ വിഷമമായിരിക്കും. അവിടെ നിന്നും ഇറങ്ങുമ്പോൾ മഹേഷിന് പെട്ടെന്നൊരു കോള് വന്നു. സച്ചിയെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഒരാൾ മഹേഷിനെ വിളിച്ചത്. തിരുപ്പതിയിലേക്ക് ഒരു ലോങ് ട്രിപ്പ് പോകണം, ഈ അവസ്ഥയിൽ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് സച്ചി പറയുമ്പോൾ എടാ നല്ല കാശ് കിട്ടുന്ന ട്രിപ്പല്ലേ, നീ പോയിക്കോ, ഇവിടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് മഹേഷ് പറഞ്ഞു. സച്ചിയുടെ റെഗുലർ കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ അവർ പോവാൻ തീരുമാനിക്കുകയാണ്. സാധനങ്ങളൊക്കെ എടുക്കാൻ സച്ചി നേരെ വീട്ടിലേക്ക് പോയി. പിന്നീട് ശ്രുതിയും മീരയും ആൻ്റണിയുടെ ഓഫീസിലേക്ക് വെയിറ്റ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ആൻ്റണിയുടെ ഗുണ്ടകളെല്ലാം തന്നെ നവീൻ ദാസിനെ കൂട്ടിക്കൊണ്ട് കണ്ണും കെട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ തങ്ങളെ കാണണ്ട എന്ന് കരുതിക്കൊണ്ട് ശ്രുതിയും മീരയും പെട്ടെന്ന് തന്നെ ഒളിച്ചു നിൽക്കുകയാണ്. ആരാടാ എന്നെ പിടിച്ചോണ്ട് വന്നത് എന്ന് നവീന് ചോദിക്കുമ്പോൾ നിന്റെ കാര്യം തീരുമാനിക്കാനാണ് കൊണ്ടുവന്നത് എന്ന് ആൻ്റണി മറുപടി പറഞ്ഞു. അവനെ ഒരു മുറിയിൽ കൊണ്ടുപോയി പൂട്ടിയിടാൻ ആൻ്റണി പറയുന്നുണ്ട്. കുറച്ച് ദിവസം അവൻ ആ ഇരുട്ട് മുറിയിൽ കിടക്കട്ടെ, അവൻ അവിടെ കിടന്ന് പേടിക്കട്ടെ എന്ന് പറയാണ് ആൻ്റണി. തൻ്റെ ആവശ്യം നടന്നത് കൊണ്ട് തന്നെ ശ്രുതി ആ ഒരു വീഡിയോ എല്ലാം തന്നെ ആൻ്റണിക്ക് അയച്ചു കൊടുത്തു. ആൻ്റണിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി നവീൻ ദാസിൻ്റെ ശല്യം ഒരിക്കലും നിനക്കുണ്ടാവില്ല എന്ന് ആൻ്റണി അവർക്ക് വാക്ക് നൽകി. അങ്ങനെ ആ ഒരു വാക്കെല്ലാം നൽകിക്കൊണ്ട് തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ രേവതിയുടെ കാര്യം ഓർത്തുകൊണ്ട് തന്നെ മീരയ്ക്ക് വല്ലാത്ത വിഷമം തോന്നിയിരുന്നു. അനിയൻ ചെയ്ത തെറ്റിനെ അവൾ അനുഭവിക്കണമല്ലോ എന്ന് മീര പറയുമ്പോൾ അവൾ അനുഭവിക്കട്ടെ, സത്യസന്ധയും നന്മയും പറഞ്ഞ് നടക്കുന്നവളല്ലേ അവൾ. ഈ വീഡിയോ പുറത്തായി കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം, എനിക്ക് എൻ്റെ ലൈഫാണ് വലുത് എന്ന് ശ്രുതി പറഞ്ഞു. ആൻ്റണി തൻ്റെ ഗുണ്ടകളോട് പറയുന്നുണ്ട് സച്ചിയും രേവതിയും ഇനി ജീവിതകാലം മുഴുവൻ കരയാൻ പോവുകയാണ് എന്ന്. ശരത്തിൻ്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ രേവതിയുടെ അമ്മായിയമ്മ അവളെ അടിച്ചങ്ങ് പുറത്താക്കിക്കോളും. ഇത് ഞാൻ നേരിട്ട് പ്രചരിപ്പിക്കുകയല്ല, ഇൻ്റർനെറ്റ് കഫേ വഴി സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുമെന്ന് ആൻ്റണി പറഞ്ഞങ്ങ് ചിരിക്കുകയാണ്. ഇതിനിടയിൽ സച്ചി വീട്ടിലേക്ക് എത്തുമ്പോൾ രേവതി ഫോൺ കിട്ടിയോ എന്ന് ചോദിക്കും. ഇല്ല എന്ന് സച്ചി വിഷമത്തോടെ പറയാണ്. രവീന്ദ്രൻ വന്ന് സച്ചിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എടാ ഇന്നലെ നീ വന്ന കോലം കണ്ടപ്പോഴേ തോന്നിയതാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാവുമെന്ന്. നിന്റെ ഉത്തരവാദിത്തമില്ലായ്മ തന്നെയാണ് ഇതിനെല്ലാം കാരണമെന്ന് രവീന്ദ്രൻ കുറ്റപ്പെടുത്തിയ സമയത്ത് തന്നെ ചന്ദ്രമതിയും സച്ചിയെ ഒരുപാടധികം കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. അവൻ കുടിക്കുക മാത്രമല്ല മറ്റുള്ളവരെ കുടിപ്പിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ പരിഹസിച്ച് കളിയാക്കി ചിരിക്കും. സച്ചിക്ക് വല്ലാത്ത സങ്കടമാവുന്നുണ്ട്. രവീന്ദ്രനൊടുവിൽ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സച്ചി രേവതിയോട് തിരുപ്പതി ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞു. കയ്യിൽ ഫോണൊന്നുമില്ലാത്തത് കൊണ്ട് എങ്ങനെ പോകുമെന്ന് രേവതി പേടിക്കുന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും വെച്ച് നിർത്തുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു കൊടുത്തതിന് സച്ചി ബാഗുമെടുത്ത് അവിടെ നിന്നും ഇറങ്ങി. ഇതേ സമയത്ത് തന്നെ ആൻ്റണി അയച്ചു കൊടുത്ത ആ വീഡിയോ സോഷ്യൽ മീഡിയ വഴി കാട്ടുതീ പോലെ പടർന്ന ദൃശ്യങ്ങളാണ് പിന്നീട് കാണിക്കുന്നത്. സാധാരണ ഒരു ഇൻ്റർനെറ്റ് കഫേയിൽ നിന്നും അജ്ഞാതമായി ആൻ്റണിയുടെ സഹായി ആ വീഡിയോ അപ്ലോഡ് ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സിറ്റിയിലെ പ്രമുഖ ഗുണ്ടാ സംഘത്തിനൊപ്പം ചേർന്ന് മോഷണം നടത്തുന്ന യുവാവ് എന്ന തലക്കെട്ടോടുകൂടി തന്നെ ശരത്തിൻ്റെ ആ ഒരു മുഖം തെളിയുന്ന വീഡിയോ സ്ക്രീനിനുള്ളിൽ തെളിഞ്ഞു വന്നു. അങ്ങനെ സോഷ്യൽ മീഡിയ വഴി ശരത്തിൻ്റെ ആ ഒരു വീഡിയോ അങ്ങ് ലീക്കാവുകയാണ്. തിരുപ്പതിയിലേക്കുള്ള ലോങ് ഡ്രൈവിനിടയിൽ ഒരു തട്ടുകടയിൽ ചായ കുടിക്കാൻ നിൽക്കുമ്പോഴാണ് സച്ചി പെട്ടെന്ന് ആ ഒരു കാഴ്ച കാണുന്നത്. കടയിലെ ചെറിയ ടിവിയിൽ പ്രാദേശിക വാർത്താ ചാനലുകളിൽ ഈ വീഡിയോ ബ്രേക്ക് ന്യൂസായി വന്നിരുന്നു. തൻ്റെ കയ്യിലെ ഫോണില്ലാത്തതിനാൽ മറ്റൊരാളുടെ ഫോൺ വാങ്ങി സച്ചി സോഷ്യൽ മീഡിയ പരിശോധിച്ചു. കമൻറ്റ് ബോക്സിൽ ശരത്തിനെയും അവൻ്റെ കുടുംബത്തെയും ചീത്ത വിളിക്കുന്നവരുടെ തിരക്കായിരുന്നു. താൻ അത്രയും കരുതലോടെ സൂക്ഷിച്ച തൻ്റെ ഫോൺ ശ്രുതിയാണ് കൈക്കലാക്കിയത് എന്നും ആൻ്റണിയാണ് ഇതിന് പിന്നിലെന്നും സച്ചിക്ക് അപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നാട്ടിൽ രേവതിയുടെ വീട്ടിലാണെങ്കിൽ വലിയ സ്ഫോടനം തന്നെയാണ് നടക്കുന്നത്. ഒടുവിൽ ചന്ദ്രമതിയാണെങ്കിലും ഈ വീഡിയോ കാണാൻ ഇടവരുന്നുണ്ട്. അവർ അലറിക്കൊണ്ട് രേവതിയുടെ അടുത്തേക്ക് ചെന്നു. എടി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാനം കളയാൻ വേണ്ടിയിട്ട് നീ നിന്റെ അനിയനെ ഇങ്ങനെയാണ് വളർത്തിയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ചന്ദ്രമതി രേവതിയെ ക്രൂരമായിട്ട് തന്നെ അധിക്ഷേപിക്കുന്നു. അയൽക്കാരും ബന്ധുക്കളും വീടിന് മുന്നിൽ തടിച്ചുകൂടി. രേവതി ആകെ തകർന്നു പോവാണ്. അവൾ ശരത്തിനെ വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവനെയൊന്നും കണ്ടെത്താനാവുന്നില്ല. ഭയന്നുപോയ ശരത്ത് തൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഒളിവിൽ പോയിരിക്കുകയാണ്. രവീന്ദ്രൻ സച്ചിയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫോണ് കിട്ടുന്നില്ല. ഇതേ സമയം ആൻ്റണി സന്തോഷത്തോടു കൂടത്തിന് തൻ്റെ ഓഫീസിലിരുന്ന് കൊടുത്തിന് ആ ഒരു വിജയശ്രീ ചിരിക്കുകയാണ്. സച്ചി, നിന്റെ നട്ടലായ രേവതിയെ നിന്റെ അമ്മ തന്നെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കുന്നത് കാണാൻ എന്ത് രസമായിരിക്കുമെന്ന് അവനിങ്ങനെ മന്ത്രിച്ചു. ശ്രുതിയും മീരയും ഈ ബഹളങ്ങൾക്കിടയിൽ ആരും ശ്രദ്ധിക്കാതെ തന്നെ തൻ്റെ ബിസിനസ് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാണ്. തിരുപ്പതിയിൽ നിന്നും തിരികെ പാഞ്ഞെത്തിയ സച്ചി വഴി മധ്യേ കാറ് നിർത്തിയിട്ട് മഹേഷിനെ വിളിച്ചു. എടാ ആൻ്റണി എനിക്കൊന്ന് കാണാം,
അവൻ ഈ കളി കളിച്ചത് എൻ്റെ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ അവനെ തകർത്തിട്ടേ എനിക്കിനി വിശ്രമമുള്ളൂ. സച്ചിയുടെ കണ്ണുകളിൽ മുൻപിലില്ലാത്ത അത്രമാത്രം പക ജ്വലിക്കുന്നുണ്ടായിരുന്നു. രേവതിയെ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി ചന്ദ്രമതി പെട്ടി വലിച്ചിറക്കുമ്പോൾ അപ്രതീക്ഷിതമായി സച്ചി വീടിൻ്റെ ഉമ്മറത്തേക്ക് കടന്നു വന്നു. അവൻ രേവതിയുടെ കൈ പിടിച്ച് നിർത്തിക്കൊണ്ട് അമ്മക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കാണ്. രേവതി ഈ വീട്ടിൽ നിന്നും എങ്ങോട്ടേക്കും പോകുന്നില്ലമ്മേ. ഈ വീഡിയോക്ക് പിന്നിലെ സത്യം ഞാൻ തെളിയിക്കും. ഇത് ചെയ്തവരെ കൊണ്ട് തന്നെ ഞാൻ മാപ്പ് പറയിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞു കൊടുത്തന്നെ സച്ചിയുടെ മാസ് എൻട്രി ആയിരിക്കട്ടോ പിന്നീട് കാണുന്നത്. സച്ചിയുടെ ആ ഒരു ഡയലോഗും മാസ് എൻട്രിയൊക്കെ കണ്ടതോടുകൂടി തന്നെ ചന്ദ്രമതി ആണെങ്കിൽ ആകെ ഇങ്ങനെ ഞെട്ടി വിറച്ച് ഭയന്ന് നിൽക്കുകയാണ്. ഇനിയുള്ള എപ്പിസോഡുകളിൽ സച്ചി ആന്റണിയുടെ ഗുണ്ടകളെ ഓരോരുത്തരെയായിട്ട് പിടികൂടുന്നതും ശ്രുതിയുടെ ചതി പുറത്തു കൊണ്ടുവരുന്നതും ശരത്തിനെ ആ തെറ്റായ വഴിയിൽ നിന്നും രക്ഷിച്ചെടുത്തതിൻ്റെ സത്യാവസ്ഥയൊക്കെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നതുമായിട്ടുള്ള ഉദ്വേഗഭരിതമായിട്ടുള്ള രംഗങ്ങൾ തന്നെയാണ് കേട്ടോ കാണാൻ പോകുന്നത്. സച്ചി തൻ്റെ പഴയ മാസ് രൂപത്തിലേക്ക് മാറുന്നതോടുകൂടി തന്നെ ആന്റണിയുടെ തകർച്ച തുടങ്ങുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.